വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ പഴംപൊരി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മൈദ ഉണ്ടായില്ല. അത് മൈദമാവിലും മുക്കി പൊരിച്ചാണല്ലോ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ മൈദ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുത്തു. അതിനകത്തൊരു ഉപ്പും ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് അതിൻ്റെ മാവ് കലക്കിയത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പഴം നീളത്തിലരിഞ്ഞിട്ട് പാനിലൊക്കെ നെയ്യ് ഒഴിച്ചിട്ടൊന്ന് വെച്ച് അതിൻ്റെ മേലെ ഈ ഗോതമ്പ് മാവ് ഒഴിച്ച് പിന്നെ നാളികേരവും ശർക്കരയും കൂടി തിരുമ്മിയത് അതിൻ്റെ മുകളിലൊക്കെ വെച്ച് മറച്ച് തിരിച്ചൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടോ. സാധനം കുട്ടികൾക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ആലോചിച്ചു 2-3 പഴം കൂടി ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാൻ ഈ ഗോതമ്പ് കൊണ്ട് തന്നെ മാവിൽ മുക്കി പൊരിച്ചുണ്ടാക്കി നോക്കിയപ്പോൾ അത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് മൈദയിൽ തന്നെ മുക്കി പൊരിക്കണമെന്നില്ല. ഗോതമ്പ് മാവിലും അതിൽ ഇത്തിരി പഞ്ചസാര ചേർത്താൽ മതി. ഒരു നുള്ളു മതി, ചെറിയൊരു നേരിയ മധുരത്തിന് വേണ്ടിയിട്ട്. അതിൽ മുക്കി പൊരിച്ചാലും പഴംപൊരി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെയ്യാത്തവർ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. സെറ്റ് കഴിഞ്ഞ് മുറിക്കുമ്പോൾ നീളത്തിൽ മുറിച്ച് കഴിഞ്ഞാൽ പഴംപൊരി നീളത്തിന് അങ്ങനെ കിട്ടും. ഞാൻ കണ്ട മാതിരിയൊക്കെ അങ്ങനെ സ്ക്വയർ പോലെ അങ്ങനെയൊക്കെ ആയിട്ട് മുറിച്ചെടുത്തേ. പിന്നെ തിരിച്ചിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഗോതമ്പ് മാവ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് കമത്തിയിട്ട് പിന്നെ വീണ്ടും തിരിച്ച് പാനിലേക്ക് കമത്തി വെച്ചിട്ടാണ് മറ്റ് ഓപ്പോസിറ്റ് സൈഡ് മുരിച്ചെടുത്ത് കേട്ടോ. സംഭവം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.